നമസ്കാരം. പാലക്കാട് UDF തരംഗം സൃഷ്ടിച്ച് വിജയം നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. 18,724 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ച് കയറിയത്. BJP ശക്തി കേന്ദ്രങ്ങളിൽ തകർന്നടിയുന്ന കാഴ്ചയും പാലക്കാട് കണ്ടു. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് കഴിഞ്ഞ തവണ E ശ്രീധരൻ നേടിയ വോട്ടുകൾ നേടാൻ സാധിച്ചില്ല. അതേസമയം UDF പാളയം വിട്ട് LDFിലേക്ക് ചേക്കേറിയ P സരിന് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. നഗരസഭയിലെ BJP ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് എണ്ണി തീരുമ്പോൾ വെറും 400 വോട്ടുകളുടെ മേൽക്കൈ മാത്രമായിരുന്നു CK കൃഷ്ണകുമാർ നേടിയത്. ഇതോടെ തന്നെ UDF സ്ഥാനാർത്ഥി വിജയം ഉറപ്പിച്ചിരുന്നു. ഫലപ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പും വലിയ പ്രതീക്ഷയാണ് രാഹുൽ പ്രകടിപ്പിച്ചത്. ഭൂരിപക്ഷം പറയുന്നില്ലെങ്കിലും വിജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 10,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠന്റെ പ്രതികരണം. ഈ കണക്കുകൾക്കും അപ്പുറത്തേക്കാണ് രാഹുലിന്റെ വിജയം. അതേസമയം BJP ശക്തി കേന്ദ്രങ്ങളിൽ പോലും മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. നഗര വോട്ടർമാരുടെ പൾസ് അറിയുന്ന പാലക്കാട് നഗരസഭയിൽ BJP ഭരണം പിടിച്ചെടുക്കുന്നതിന് ചുക്കാൻ പിടിച്ച C കൃഷ്ണകുമാറിന് പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരത്തിൽ നിന്നും ലഭിച്ച വോട്ടുകൾ പോലും ലീഡ് നിലയിൽ ലഭിച്ചില്ല. രാഷ്ട്രീയത്തിനുപരിയായി E ശ്രീധരന് ലഭിച്ച വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലും P സരിനും ചേർന്ന് പങ്കിട്ടെടുക്കുന്ന കാഴ്ചയാണ് വോട്ടെണ്ണലിൽ ദൃശ്യമായത്. ഇതിൽ ഭൂരിഭാഗം വോട്ടുകളും രാഹുൽ പിടിച്ചെടുക്കുകയായിരുന്നു. നഗരസഭയിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും C കൃഷ്ണകുമാറിന് ലീഡ് 1500-ന് മുകളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞില്ല. പോസ്റ്റൽ വോട്ടുകളും EVMിലെ ആദ്യ 2 റൗണ്ടുകളും പിന്നിട്ടപ്പോൾ നേടിയ 1418 CKക്ക് ലഭിച്ച ഏറ്റവും വലിയ ലീഡ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവില്ല. പിരിയാരിയിലും കണ്ണാടിയിലും മാത്തൂരിലും മത്സരം LDFും UDFും തമ്മിലായി. പഞ്ചായത്തുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ലീഡ് നില 10,000 പിന്നിട്ട് രാഹുൽ കുതിച്ചു. ഷാഫി പറമ്പിലും E ശ്രീധരനും ഏറ്റുമുട്ടിയപ്പോൾ 6,238 വോട്ടുകളുടെ ലീഡെന്ന് BJPക്ക് പാലക്കാട് നഗരം സമ്മാനിച്ചിരുന്നു. 52 വാർഡുകളിൽ 28 BJP കൗൺസിലർമാരുടേതാണ്. UDFിന് 18-ഉം LDFിന് 6-ഉം കൗൺസിലർമാരാണുള്ളത്. 2021-ൽ 6,000-ലധികം വോട്ടിന്റെ ലീഡ് കിട്ടിയ BJPക്ക് മാസങ്ങൾ മുൻപ് കൃഷ്ണകുമാർ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നഗരസഭയിൽ നിന്ന് ലഭിച്ചത് വെറും 497 വോട്ടുകളുടെ ലീഡ് മാത്രമാണ്. E ശ്രീധരന് 34,143 വോട്ടുകൾ കിട്ടിയ നഗരമേഖലയിൽ കൃഷ്ണകുമാറിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 29,355 വോട്ടുകൾ മാത്രം. നഗരമേഖലയിൽ 7,000 മുതൽ 8,000 വോട്ടുകളുടെ ലീഡ് ലഭിച്ചാൽ മാത്രമേ മണ്ഡലത്തിൽ BJPക്ക് വിജയിക്കാൻ കഴിയുകയുള്ളായിരുന്നു. എന്നാൽ ഇവിടെ വോട്ട് കുറഞ്ഞതോടെ അവരുടെ പ്രതീക്ഷകളും പണിപാളി എന്ന് മനസ്സിലായി. പല വിധത്തിലുള്ള വിവാദങ്ങളാണ് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വന്നത്. നേരത്തെ തന്നെ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്ന് വ്യാപകമായി കോൺഗ്രസിൽ നിന്നുൾപ്പെടെ ആക്ഷേപം ഉയർന്നിരുന്നു. രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ D സരിൻ പാർട്ടി വിട്ടതും AK ഷാനിബ് സ്വതന്ത്രനായി മത്സരിച്ചതും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ ഷാഫിയുടെ പേരുണ്ടെന്ന് VD സതീശനും വ്യക്തമാക്കിയിരുന്നു. DCCക്ക് താല്പര്യമുള്ളയാൾ K മുരളീധരനാണെന്നുള്ള കത്തും ഇതിനിടെ പുറത്തു വന്നിരുന്നു. പ്രചാരണത്തിലുടനീളം ഷാഫിക്കൊപ്പം തന്നെ നിലകൊണ്ട രാഹുൽ പാലക്കാട് BJP കോട്ട തകർത്തുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ഇത് ഷാഫിക്കുമുള്ള വിജയമായാണ് കണക്കാക്കുന്നത്.